പള്ളിമൺ സിദ്ധാർത്ഥ ഫൗണ്ടേഷന്റെ സാംസ്കാരിക വിഭാഗമായ എം.വി. ദേവൻ കലാഗ്രാമത്തിന്റെ ആർട്ട് ഗാലറി കൊല്ലത്ത് പ്രവർത്തനം ആരംഭിച്ചു. കടപ്പാക്കട പോസ്റ്റ് ഓഫീസിന് സമീപത്തായാണ് ആർട്ട് ഗാലറി പ്രവർത്തിക്കുക. ലളിതകലാ അക്കാദമി സെക്രട്ടറി ബാലമുരളീകൃഷ്ണൻ ആർട്ട് ഗാലറി ഉദ്ഘാടനം നിർവഹിച്ചു. ജയ് ശ്രീരാജ് ഭദ്രദീപം തെളിയിച്ചതോടെയാണ് ആർട്ട് ഗാലറിയുടെ ഉദ്ഘാടന ചടങ്ങുകൾ ആരംഭിച്ചത്. കൊല്ലം കോർപ്പറേഷൻ കടപ്പാക്കട ഡിവിഷൻ കൗൺസിലർ കൃപാ വിനോദ്, മുൻ കൗൺസിലർ എസ് സജിത്ത്, കടപ്പാക്കട സ്പോർട്സ് ക്ലബ് ട്രഷറർ എ ശ്യാംകുമാർ എന്നിവരും ബൈജു പുനുക്കന്നൂർ നേതൃത്വം നൽകുന്ന 25 ചിത്രകാരന്മാരും സന്നിഹിതരായിരുന്നു. ഫൗണ്ടേഷൻ സെക്രട്ടറി സുരേഷ് സിദ്ധാർത്ഥ സ്വാഗതവും ഫൗണ്ടേഷൻ അഡ്വൈസറി ബോർഡ് കൺവീനർ അഡ്വക്കേറ്റ് കെ.പി. സജിനാഥ് ആശംസകളും അർപ്പിച്ചു. കലാകാരന്മാർക്ക് കലാകാരന്മാരാൽ തന്നെ നയിക്കുന്ന പൊതു ഇടങ്ങൾ ആവശ്യമാണെന്നും അത്തരം പ്രവർത്തനങ്ങൾ സിദ്ധാർത്ഥ ഫൗണ്ടേഷൻ നടത്തുന്ന ലാഭേച്ഛയില്ലാത്ത പ്രവർത്തനങ്ങൾ ഏറെ ശ്രദ്ധേയമാണെന്നും അക്കാദമിയുടെ പിന്തുണയും എക്കാലം ഉണ്ടാകുമെന്നും കേരള ലളിതകലാ അക്കാദമി സെക്രട്ടറി ബാലമുരളീകൃഷ്ണൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. ഈ ഫോട്ടോഗ്രാഫിക്ക് നീളവും വീതിയും മാത്രമേ ഉള്ളൂ. അതിനാഴം കാണിക്കണമെങ്കിൽ ഈ ചിത്രകാരന്റെ മനോധർമ്മം ചലിച്ചേ പറ്റൂ എന്നുള്ളതാണ്. അങ്ങനെയാണ് ആദ്യമായി ഇംപ്രഷനിസം വരുന്നത്. ഇംപ്രഷനിസത്തിന് ശേഷം പോസ്റ്റ് ഇംപ്രഷനിസം വരും. പിന്നെ പലതരം കലാരീതികൾ വരികയാണ്. അങ്ങനെ അതാണ് സൗന്ദര്യത്തെ മാറുന്നതാണ്. അപ്പോൾ അന്നത്തെ കാലഘട്ടത്തിലെ മനുഷ്യൻ ഫോട്ടോഗ്രാഫി വന്നു കഴിഞ്ഞപ്പോൾ അത് മാറി ചിന്തിക്കുകയും വേറൊരു പ്രവണതയിലേക്ക് മാറുകയും ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ ആ രൂപത്തിലേക്ക് നമ്മൾ മാറി വരണം എന്നുള്ളതാണ്. പിന്നെ നമ്മുടെ കലാകാരന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു പഠനപരമായ രീതികളും കൂടെ ഉണ്ടാക്കുന്നത്. ലോകത്തിപ്പോൾ എവിടെയൊക്കെ എന്തൊക്കെ നടന്നു കഴിഞ്ഞാലും അത് കാണാനും രൂപയിൽ നടക്കുന്ന ഒരു കാര്യം നമ്മൾ നിമിഷ നേരം കൊണ്ട് രൂപയിലെ ചിത്രകാരൻ എങ്ങനെയാണ് ജീവിക്കുന്നത്, അവൻ്റെ ചിത്രം എങ്ങനെയാണ്, അത് കണ്ടുപിടിക്കാൻ ഇന്ന് മാർഗങ്ങളുണ്ട്. നമ്മുടെ വിരൽത്തുമ്പിലിരിക്കുകയാണ്. അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ വ്യാപൃതരാകുക എന്നുള്ളതാണ്. ഫൗണ്ടേഷൻ അംഗങ്ങളായ ആർ ശിവകുമാർ, കെ നാരായണസ്വാമി, ഡോക്ടർ ശ്രീവത്സൻ, ജി സുന്ദരേശൻ, ഡോക്ടർ കൃഷ്ണൻകുട്ടി, ആർ സുരേഷ് കുമാർ, സാബു അമ്പര, കെ ഹരികുമാർ എന്നിവരും സന്നിഹിതരായിരുന്നു. ട്രഷറർ എസ് വിനോദ് കുമാർ നന്ദി പറഞ്ഞു. തുടർന്ന് ക്യാമ്പിലെത്തിയ ചിത്രകാരന്മാർക്ക് ക്യാൻവാസും കളറും അക്കാദമി സെക്രട്ടറി വിതരണം ചെയ്തു. 24-ാം തീയതി വരെ ചിത്രപ്രദർശനം ഹാളിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, കൊല്ലം.